മെറ്റ റീസെന്റ് കൊണ്ടുവന്നൊരു കണക്ഷനാണ് മാനസ് എ ആയിട്ട്. അതായത് നിങ്ങളുടെ മെറ്റ അക്കൗണ്ട് നിങ്ങൾക്ക് മാനസ് ആയിട്ട് കണക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈസിയായി ക്യാമ്പയിൻസിന്റെ പെർഫോമൻസ് നോക്കാം, അനലൈസ് ചെയ്യാം എന്നുള്ള കുറച്ച് ഫീച്ചേഴ്സ് അവർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതേ ഫീച്ചർ നമുക്ക് വേറെ AI ടൂൾസുമായിട്ട് നമുക്ക് കണക്ട് ചെയ്ത് ഇപ്പോൾ ചെയ്യാൻ പറ്റും. പക്ഷേ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ മെറ്റ അപ്രൂവ്ഡ് അല്ലാത്ത ഏതെങ്കിലും തേർഡ് പാർട്ടി AI ടൂൾസുമായിട്ടാണ് നിങ്ങൾ ഇത് കണക്ട് ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ ആഡ് അക്കൗണ്ട് അടിച്ചു പോകും. അതായത് ആഡ് അക്കൗണ്ട് പോകും. അത് എല്ലാ അക്കൗണ്ട്സിനും ഇപ്പോൾ നടക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ആൾക്കാർ പറയുന്നൊരു ഇഷ്യൂ ആണ് അവരുടെ ആഡ് അക്കൗണ്ട് ഡിസേബിൾ ആയി, ബാൻ ആയി എന്നൊക്കെ പറയുന്നത്. വൈ? ബിക്കോസ് ആ ഒരു ആഡ് അക്കൗണ്ട് ഈ ഒരു AI ടൂളുമായിട്ട് വർക്ക് ചെയ്യുന്നത് കുറേ ഡേറ്റ ട്രാൻസ്ഫർ ചെയ്തിട്ടാണ്. അപ്പോൾ അത്രത്തോളം റിക്വസ്റ്റ് വരുന്നത് മറ്റൊരു സസ്പീഷ്യസ് ആക്ടിവിറ്റി ആയിട്ടാണ് കാണുന്നത്. സോ അതുകൊണ്ട് തന്നെ കുറേ വർഷങ്ങളായിട്ടുള്ള അക്കൗണ്ടും കുറേ ഡോളേഴ്സ് എല്ലാം സ്പെൻഡ് ചെയ്ത ആഡ് അക്കൗണ്ട്സും ഡിസേബിൾ ആയിട്ടും ബാൻ ആയിട്ടും പോകുന്നുണ്ട്. വിച്ച് മീൻസ് ആ ആഡ് അക്കൗണ്ട് ഒന്നും നിങ്ങൾക്ക് ഇനി തിരിച്ച് കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഏതെങ്കിലും ഒരു തേർഡ് പാർട്ടി ടൂളുമായിട്ട് മെറ്റ ആഡ് അക്കൗണ്ട് കണക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ല രീതിയിൽ പ്രിക്കോഷൻ എടുക്കേണ്ട ആവശ്യമുണ്ട്. ആഡ് അക്കൗണ്ട് പോകാനുള്ള ഹൈ ചാൻസസ് ഉണ്ട്. സോ ഈ ആഡ് അക്കൗണ്ട് പോവാതിരിക്കാനായിട്ട് എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ പ്രിക്കോഷൻസ് മൈൻഡിൽ വെക്കണം എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മളൊരു ബ്ലോഗിൽ എഴുതിയിട്ടുണ്ട്. ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് ടു റീഡ്, നമ്മൾ അതിൻ്റെ ലിങ്ക് ഷെയർ ചെയ്യാം. കമന്റ് ഇൻ ദിസ് വീഡിയോ, വി വിൽ ഷെയർ മോർ ഡീറ്റെയിൽസ്.